ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ എല്ലാ സാധ്യതകൾക്കായും നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13 അധ്യായം 6 വാക്യം. ബർ-യേശു എന്നു പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. മിഷൻ ദൈവത്തിൻ്റെതാണ്. അതിനാൽ യാത്രയും അതിൻ്റെ വഴികളും വാഗ്ദാനങ്ങളും ഒരുക്കുന്നത് ദൈവമാണ്. കാലദേശങ്ങൾ കടന്നൊരു മിഷൻ യാത്രയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പൗലോസിൻ്റെ 1ാം മിഷണറി യാത്രയുടെ ആരംഭം അന്ത്യോക്യയിൽ നിന്നുമായിരുന്നു. അതിനാൽ തന്നെ ആദ്യ മിഷണറി യാത്രയുടെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികൾ 13-14 അധ്യായങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. അങ്ങനെ 1ാം മിഷണറി യാത്രയ്ക്കിടയിൽ അവർ കുപ്രോസ് ദ്വീപിലേക്കുള്ള യാത്രയിൽ പാഫോസ് എന്ന സ്ഥലത്ത് വെച്ചാണ് ബർ-യേശു എന്ന വ്യക്തിയെ കാണുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വസ്തുതകൾ. ഒന്നാമതായിട്ട്, മിഷൻ പ്രതിസന്ധിയിലാക്കുന്ന വ്യക്തിയായിരുന്നു ബർ-യേശു. ബർ-യേശു ഒരു യഹൂദനും കള്ളപ്രവാചകനുമായ ഒരു വ്യക്തിയായിട്ടാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് എലീമാസ് എന്നായിരുന്നു. ബർ-യേശു എന്ന മറുപേരുള്ള യഹൂദ മന്ത്രവാദിയായിരുന്നു അദ്ദേഹം. 1ാം മിഷണറി യാത്രാ സംഘത്തിന് ബർ-യേശു എന്ന കള്ളപ്രവാചകനായ വിദ്വാനെ എതിരിടേണ്ടതായിട്ട് വരുന്നു. പൗലോസിനോടും കൂട്ടുകാരോടും ഇദ്ദേഹം എതിർത്ത് നിൽക്കുകയും ഇവരുടെ പ്രസംഗം കേട്ട് കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് ബർ-യേശുവിനെ മനസ്സിലാക്കാം. എന്നാൽ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഇടരാതെ പിടിച്ചു നിൽക്കുവാൻ പൗലോസിനും കൂട്ടർക്കും സാധിച്ചത് പരിശുദ്ധാത്മ ബലം കൊണ്ടാണ്. കാരണം പകച്ചു നിൽക്കാതെ, കള്ളപ്രവാചകന്റെ കെണിയിൽ വീഴാതെ ജാഗ്രതയോടെയുള്ള യാത്രയായിരുന്നു അവരുടേത്. രണ്ടാമതായിട്ട്, പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം വാങ്ങുന്ന വ്യക്തിയായിരുന്നു ബർ-യേശു. എലീമാസ് എന്ന ബർ-യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ട ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അദ്ദേഹത്തെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ പൗലോസ് പറയുന്നത്, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. തിരുവചനം പറയുന്നത് അങ്ങനെ ദൈവകോപത്താൽ അദ്ദേഹത്തിന് അന്ധതയുണ്ടാകുന്നു എന്ന്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും കരുതുവാൻ അവൻ സർവശക്തനാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുകാരാകുവാൻ ദൈവം നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെയും നിയന്ത്രിതാവായ ദൈവമേ, കാലത്തിനൊപ്പം വചനവുമായി സഞ്ചരിക്കുവാനും സാക്ഷ്യ വഴികളിൽ പ്രാർത്ഥനയോടെ നിൽപ്പാനും പ്രതിസന്ധികളിൽ പരിശുദ്ധാത്മ ബലത്തിൽ ശരണപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.